ഹലോ, വെൽക്കം ടു അതിഥീസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോയ വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് അമ്പലത്തിൽ നമുക്ക് ചായക്ക് കിട്ടുന്ന പ്രസാദമാണ്. പയറും നാളികേരക്കുത്തും. ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് കേട്ടോ. ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ പറശ്ശിനിക്കടവ് പോകണമെന്നത്. എന്തായാലും സ്കൂൾ കൂട്ടിയപ്പോൾ അതൊക്കെ സാധിച്ചു. ഇതാണ് അവിടുത്തെ അന്നദാനത്തിൻ്റെ കറി. അപ്പം ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് ബസ് ഇറങ്ങിയിട്ട് നടന്ന് വരുന്ന വഴിയാട്ടത്. കുറേ സ്റ്റെപ്പുകളുണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ. അത്യാവശ്യം സ്റ്റെപ്പുകളുണ്ട് കേട്ടോ ഇറങ്ങാൻ. കയറി വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കാല് കുഴയും. ഇത്രയും പ്രശ്നമില്ല തോന്നി എനിക്ക് ആ പളനിക്ക് പോയപ്പോൾ ഇറങ്ങുമ്പോൾ അല്ല കയറി വരുമ്പോൾ തിരിച്ചുണ്ട് ഇറങ്ങുമ്പോൾ കേട്ടോ. പോകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ കയറി വരുമ്പോൾ ഭയങ്കര കാൽമുട്ട് വേദനയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു കേട്ടോ. കുറച്ച് നടക്കാണ്ട്, നല്ല സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ആദ്യം തോന്നുന്നു ഞാൻ മുത്തപ്പനെ പ്രാർത്ഥിക്കാറില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്നും എൻ്റെ ഡെയിലി ലൈഫിലെന്ന് വെച്ച പോലെ മുത്തപ്പനെ ഞാൻ വിളിക്കാറുണ്ട്. ഞങ്ങളുടെ ഇവിടെ കല്യാണം കഴിച്ച് വരുന്നിടത്ത് തറവാട്ടിൽ മുത്തപ്പൻ്റെ അമ്പലമുണ്ട്. അങ്ങനെ വിളിച്ചു തുടങ്ങിയതാട്ടോ. എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്ന് വെച്ചെങ്കിൽ മുത്തപ്പൻ എന്ന് വെച്ചെങ്കിൽ ഈ കരിക്കുട്ടി പറക്കുട്ടി അങ്ങനത്തെ ഒരു ഗണത്തിൽപ്പെട്ട ദൈവം ധരിച്ച് ഞാൻ വിളിക്കാറില്ലായിരുന്നു സത്യത്തിൽ കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ ഡെയിലി പ്രാർത്ഥനയിൽ ഞാൻ ഞാൻ അറിയാതെ വിളിച്ചു പോകാറുണ്ട്. അപ്പം എനിക്ക് മുത്തപ്പൻ്റെ അവിടേക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും സ്കൂൾ കൂട്ടിയപ്പോൾ അതങ്ങ് സാധിച്ചു കേട്ടോ. അപ്പം ഈ ഞങ്ങളുടെ എത്തുന്നിടത്ത് രണ്ട് സൈഡിലും നമ്മുടെ ഗുരുവായൂരത്തെ പോലെ രണ്ട് സൈഡിലും നിറയെ കുട്ടികളും കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. കുട്ടികൾക്ക് നീങ്ങാനൊരു വലിയ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ നിറയെ കേട്ടോ, കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ രണ്ട് സൈഡിലും ഗുരുവായൂർ അമ്പലത്തെ പോലെ തന്നെ രണ്ട് സൈഡിലും സ്റ്റേഷനറി ഐറ്റംസ്, കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ നടക്കൽ തന്നെയാണ് ഈ അമ്പലത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. നേരത്തെ പോയി അവിടെ എന്താ പറയുക വെള്ളാട്ട് കാണാൻ വിചാരിച്ച് പോയത്. പക്ഷേ ഞങ്ങൾ ശരിക്കും കഴിഞ്ഞിറങ്ങി ആ ഒരു ഇത് മാത്രമേ ഇറങ്ങി വന്നു. എന്നിട്ട് പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പുഴയാണ് കടലായില്ല എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. കാലും കൈയൊക്കെ കഴുകിയിട്ട് വേണം കയറാൻ. പിന്നീട് പിന്നെ അവിടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വീഡിയോ ഒന്നും അല്ല അവിടെ കേട്ടോ, അത് പുറത്ത് മാത്രമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. നമ്മുടെ മുത്തപ്പൻ അവിടെ ഉണ്ടാവും. അപ്പം മുത്തപ്പനെ നമ്മൾ ദക്ഷിണ കൊടുത്ത് നമുക്ക് അനുഗ്രഹമൊക്കെ വാങ്ങിക്കാം കേട്ടോ. പക്ഷെ നല്ല തിരക്കായിരുന്നു, സൺഡേ ആയിരുന്നു. പിന്നെ വെക്കേഷൻ ആയ കാരണം കൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ പോയത് ഒന്ന് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തൊഴാൻ വേണം. അങ്ങനെ തൊഴുത് കുറേ നേരം അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ ബോട്ടിങ്ങൊന്നും പോയില്ല കേട്ടോ. ഞങ്ങളൊരു 10 പേര് പോയായിരുന്നു. പക്ഷേ ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണ്. ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. പിന്നെ കുട്ടികളെ കൊണ്ടിട്ട് കടലിൽ ബോട്ടിൽ പോലും പേടി. അപ്പോൾ ഒന്നും പോയില്ല. പിന്നെ കുട്ടികൾ വാശി പിടിച്ചില്ല കേട്ടോ. അപ്പോൾ കുട്ടികളെ തന്നെ അവിടെയൊക്കെ കൊണ്ടുപോയിട്ടൊന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞങ്ങളിവിടെ വന്നിരുന്നു, ഭക്ഷണം കഴിച്ചിരുന്നു. ഉള്ളിലത്തെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ചെല്ലുന്നത് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും മുത്തപ്പൻ്റെ അടുത്ത് പോകാനുള്ള ആഗ്രഹം അങ്ങനെ നടന്നു. ഇതാട്ടോ അവിടുത്തെ ബോട്ട് സർവീസ്. അവിടെ നല്ലൊരു എന്താ പറയുക
ഒരു ടൂറിസം ഉണ്ട് കേട്ടോ. ശരിക്കും ടൂറിസം നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവിടെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്ലീനപ്പാണ് അവിടെയൊക്കെ. എനിക്കിഷ്ടമായൊക്കെ ചെയ്തു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കുട്ടികളെ വെച്ച് നടക്കില്ല. അങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. കുറച്ച് നേരം അവിടെ നിന്നുട്ടോ ഞങ്ങൾ. പിന്നെ പേടിയാണ്, കുട്ടികൾ ഒതുങ്ങി നിൽക്കില്ല. ഇപ്പം തന്നെ ആ ബോട്ടൊക്കെ കിടക്കണം. അവിടെ സൈഡിൽ കൂടെ പോയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അവർ ഓടുകയാണ്. പേടിയാണ്. അപ്പോൾ അത് കാരണം അങ്ങനെ കുട്ടികളോട് പറഞ്ഞാൽ കേൾക്കണ്ടേ. അവർ അതിനറ്റം പോയിരിക്കുക. കിട്ടോ പറഞ്ഞതാണ് കേട്ടില്ലല്ലോ. അതിലേക്ക് തട്ടിയിടും ഞാൻ. പോയി നിൽക്കണം എന്ന് അവരുടെ ആഗ്രഹം. പക്ഷെ അവള് വാശി തിരികെ പോകുന്നില്ല. പക്ഷെ നായ്ക്കൾ അവിടെ ഉണ്ടെങ്കിൽ അവരൊന്നും ഉപദ്രവിക്കുന്നില്ല കേട്ടോ. ആരെയും ധൈര്യമായിട്ട് പോവാം. അപ്പൊ അതിനുള്ളിൽ പോയപ്പോ ഒരാള് നായനെ കൊടുത്തിട്ട് മുത്തപ്പനെ അവിടെ പ്രാർത്ഥിക്കാൻ കൊടുത്തിരിക്കുന്നു. നായന്റെ ഉള്ളിൽ ബോട്ട് നിർത്തുക കേട്ടോ. സൂപ്പറാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചൊരു സാമ്പാറും പിന്നെ സാമ്പാറും ചാരുണ്ട്. സാമ്പാറും പിന്നെ നമ്മുടെ മോരുകറി ഉള്ള സംഭാരം പോലെ ഞാൻ അതും വീട് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമായില്ല. ഇറങ്ങാറായി. കളിയായിരുന്നു. ഇത് പെൻസിൻ്റെ മക്കളാണ്. ഞങ്ങളുടെ യാത്രയിലത്തെ കുറച്ച് വീഡിയോസ് ആട്ടോ. ട്രെയിൻ യാത്ര കുട്ടികൾക്ക് സന്തോഷമാണ്. ട്രെയിനിൽ കയറുകയെന്ന് വെച്ചാലും സ്കൂൾ കൂട്ടിയിട്ട് എവിടേക്കും പോകാനില്ലല്ലോ കുട്ടികൾ. അപ്പോൾ ഞങ്ങളങ്ങനെ കണ്ണൂർക്ക് പോയി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.